ഇറാനുമായി മുടങ്ങിപ്പോയ ആണവ ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് എന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപ് സ്വപ്നം കണ്ടത് അവിടെയിരിക്കട്ടെ എന്നാണ് ഇറാനിയൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി പറഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന അവകാശവാദവും ഖമേനി തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെയും ട്രംപിന്റെയും ഇടപെടലുകളെ അതിനിശ്ചിതമായ ഭാഷയിൽ ഇറാൻ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്വന്തമായി ആണവ വ്യവസായമുള്ള ഒരു രാജ്യത്തിന് വേണ്ടതെന്ത്, വേണ്ടാത്തത് എന്ത് എന്ന് പറയാൻ ട്രംപിന് എന്തവകാശമെന്നാണ് ഖമേനിയുടെ ചോദ്യം. താൻ ഇടനിലക്കാരനാണ് എന്ന് പറയുന്ന ട്രംപ് പക്ഷേ പറയുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ അടിച്ചേൽപ്പിക്കലിന്റെ ഭാഷയിലാണ്. നിർബന്ധപൂർവ്വം മുൻകൂട്ടി ഫലം നിശ്ചയിച്ചതുപോലുള്ള പ്രവർത്തനം ഒരിക്കലും ഇടനില അല്ലെന്നും അടിച്ചേൽപ്പിക്കലാണ് എന്നും ഖമേനി വ്യക്തമാക്കി. ഇറാനുമായി ആണവ ചർച്ചകൾ ഏറെ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. 2015 ആണവ പദ്ധതിയിൽ ഏപ്രിലിൽ ഇറാനുമായി ചർച്ചകൾ ആരംഭിച്ചിരുന്നു. 5 ഘട്ടം ചർച്ചകൾ നടക്കുകയും ചെയ്തു. എന്നാൽ 6ാം ഘട്ട ചർച്ചകൾ നടക്കുന്നതിന് 2 ദിവസം മുൻപാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. ജൂൺ 12 നടന്ന ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ ബോംബാക്രമണം ഇറാനെ ചൊടിപ്പിച്ചു. യുഎസിന്റെ കടന്നാക്രമണത്തോടെ ഇറാൻ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറി. ഈ ചർച്ചകൾ തുടരാമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഈ വാഗ്ദാനം നിരസിച്ചതിലൂടെ ആണവ ചർച്ചകളിൽ തങ്ങൾക്ക് ഇനി താൽപ്പര്യമില്ല എന്നും തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ ആണവ വ്യവസായം US ബോംബിട്ട് നശിപ്പിച്ചു എന്നാണ് ട്രംപ് അഭിമാനത്തോടെ പറയുന്നത്. സ്വപ്നം കണ്ടോളൂ എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് എന്ന് ഖമേനി തന്റെ വെബ്സൈറ്റിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ സെനറ്റിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ പുതിയ അവകാശവാദം. ജൂൺ 12 ആക്രമണത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടത്. 14 ബോംബുകൾ വർഷിച്ചുവെന്നും അവ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കിയതായും സ്ഥിരീകരിച്ചുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റിലെ ചട്ടമ്പിയല്ല എന്നുകൂടി ട്രംപ് പറഞ്ഞതിന് മറുപടിയായാണ് ഖമേനി സ്വപ്നം കണ്ടിരുന്നുള്ളൂ എന്ന് മറുപടി പറഞ്ഞത്. ഇറാന് ആണവ കേന്ദ്രങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിൽ അമേരിക്കയ്ക്ക് എന്താണ് കാര്യം എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. യുറാനിയം സമ്പുഷ്ടീകരണത്തിലൂടെ ഇറാൻ രഹസ്യമായി ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ യുറാനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആയുധമുണ്ടാക്കാൻ അല്ല എന്നും പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടാണ് പദ്ധതിയെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഈ 3 രാജ്യങ്ങൾ മുൻപ് ഇറാനെതിരെ ഉപരോധവുമായി രംഗത്തെത്തിയിരുന്നു. US നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ 1-2 വർഷത്തേക്ക് വൈകിപ്പിക്കാൻ പോകുന്നതാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഏതാനും മാസങ്ങളുടെ തിരിച്ചടിയെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് US രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ യഥാർത്ഥ ആഘാതം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിനിടെ തന്നെ ഇറാനിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ജൂണിൽ ഇസ്രയേലുമായി ഉണ്ടായ യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ ചാരവൃത്തി ആരോപിച്ച് 10 പേരെ ഇറാൻ തൂക്കിലേറ്റിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വധശിക്ഷ നടന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ്. മൊസാദിന് നിർണായക വിവരങ്ങൾ കൈമാറി എന്ന കുറ്റത്തിന് തടവിലാക്കപ്പെട്ടയാളെയാണ് ശനിയാഴ്ച വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഇയാളുടെ മാപ്പപേക്ഷ സുപ്രീം കോടതി നിരസിച്ചിരുന്നു. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തു, ഭൂമിയിൽ അഴിമതി നടത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തി തടവിലാക്കപ്പെട്ടിരുന്നയാളെ ഇറാനിയൻ നഗരമായ ഖോമിലാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. പക്ഷേ ശനിയാഴ്ച വധശിക്ഷ നടപ്പിലാക്കിയിട്ടും ഈ വിവരം ഇറാനിയൻ മാധ്യമങ്ങളോ വധശിക്ഷ നിരീക്ഷിക്കുന്ന സമിതിയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബഹ്മാൻ ചൂബി എന്നു പേരുള്ളയാൾ 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി സഹകരിച്ചു വരുന്നുണ്ട് എന്നാണ് ഇറാൻ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത്. 4 മാസങ്ങൾക്ക് ശേഷം 2024 ഫെബ്രുവരിയിൽ അറസ്റ്റിലായി. മൊസാദ് ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നതായും അതീവ രഹസ്യമായ വിവരങ്ങൾ അവർക്ക് കൈമാറിയതായും അയാൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിനു വേണ്ടി രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ആക്രമണങ്ങൾ നടത്തിയെന്ന കേസിൽ തടവിൽ കഴിഞ്ഞിരുന്ന 6 പേരുടെ വധശിക്ഷ ഈ മാസം ആദ്യമാണ് നടപ്പാക്കിയത്. ജൂണിലെ സംഘർഷത്തിൽ ആണവ ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയെന്ന കുറ്റത്തിന് റൂസ്ബെഹ് വാദി എന്നയാളെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. ജൂണിലെ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷമാണ് ഈ വധശിക്ഷകളെല്ലാം നടപ്പിലാക്കിയത് എന്നാണ് ശ്രദ്ധേയം. ഈ വർഷം മാത്രം 1000-ലധികം വധശിക്ഷകളാണ് ഇറാൻ നടപ്പാക്കിയത് എന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. 2009 സുന്നി പണ്ഡിതനെ കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്ന ഒരാളെയും ഇറാൻ വധിച്ചിരുന്നു. ആണവ സമ്പുഷ്ടീകരണത്തിന്റെ പേരിൽ ആഗോള അന്താരാഷ്ട്ര തലങ്ങളിൽ ഇറാൻ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അതിനിടയിലാണ് ഈ വധശിക്ഷ വാർത്തകളും പുറത്തുവരുന്നത്. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെച്ചില്ലെങ്കിൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യ നേരിട്ടതുപോലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെതിരെയും ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ മാസം UN പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് ഷോപ്പിംഗ് അനുമതി US നൽകാതിരുന്നതും വിവാദമായിരുന്നു. ആണവ പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യത്തിലാണ് ഈ ഉപരോധങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്.